ഇതേ ഒരു സാധാരണക്കാരൻ്റെ കടയാണ്. ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കിട്ടുന്ന കട. ഇങ്ങനെ ഈ ത്രിഫ്റ്റ് സാധനങ്ങൾ വാങ്ങിച്ച് വീട് മോഡിഫൈ ചെയ്യാനും ഫർണിഷ് ചെയ്യാനും ഒക്കെ വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. കയ്യിലെ പൈസ അധികം കളയാതെ ആദ്യമായിട്ട് അമേരിക്ക വരുന്നവർക്ക് ഒരു വീട് ഫർണിഷ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഓപ്ഷനായിരിക്കും ഈ ഗുഡ് വില്ല് പോലെയുള്ള കടകൾ. ഇത്ര ആക്റ്റീവായിട്ട് നാട്ടിൽ കൂടെ ഓടി നടന്ന് എനിക്ക് രാവിലെ ആണെങ്കിലും വീട്ടിലെ പണികൾ, പിന്നെ പറമ്പിലെ പണികൾ, പിന്നെ ക്ലിനിക്ക് എല്ലാം കഴിഞ്ഞിട്ട് അമേരിക്ക വന്ന് വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം ഞാനായിട്ട് കണ്ടുപിടിച്ചു അടുത്തടുത്ത സ്ഥലങ്ങൾ ഏതൊക്കെയുണ്ട് പോകാമെന്നുള്ളത്. ഓരോ ദിവസവും ഇതിനടുത്തുള്ള സ്ഥലങ്ങൾ കാണുക, ഓരോ കടകളിൽ പോവുക, അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഒട്ടും ബോറടിക്കില്ല. പല പല കാര്യങ്ങൾ അറിയാനും പല പല മനുഷ്യരെ കാണാനും പറ്റിയൊരു മാർഗ്ഗമാണിത്. ഈ ഏരിയ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ. ഞാൻ ഓരോ ദിവസവും ഇതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ കണ്ടുവയ്ക്കും. എന്നിട്ട് ഒരു നടപ്പാണ്. പിന്നെ മോളുടെ കയ്യിൽ ലൈവ് ലൊക്കേഷനുണ്ട്. ഞാൻ എവിടെ പോയാലും അവൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇന്നും ഊര് തെണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. തനിച്ചാണ് പോക്ക്. അടുത്ത സ്ഥലങ്ങളിലേ പോകുള്ളൂ, ഒത്തിരി ദൂരെയൊന്നും പോകില്ല. ഇന്നത്തെ നമ്മുടെ യാത്ര ഗുഡ് വില്ലിലേക്കാണ്. ഗൂഗിൾ മാപ്പ് നോക്കി നടന്ന് ഞാൻ പോവുകയാണേ. ഭയങ്കര ചൂടാട്ടോ. സൂര്യൻ ഉച്ചയിൽ തന്നെ ഉണ്ട്. ഇവിടെ സമ്മറാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ അങ്ങ് വിയർക്കില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ റോഡിൽ കൂടെയൊക്കെ നടക്കാൻ നല്ല സുഖമാണ്. ഈ റോഡിൽ കൂടെ നടക്കുന്നതേ ഞാനെന്നുള്ള ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. വേറൊരു മനുഷ്യൻ പോലും ഇല്ല ഈ റോഡിലൊന്നും. കുറേ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എനിക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. അതിനായിട്ട് ഈ ബട്ടൺ ഇവിടെ പ്രസ് ചെയ്യണം. സക്സസ്ഫുള്ളി റോഡൊക്കെ ക്രോസ് ചെയ്തു. ഞാൻ ഓപ്പോസിറ്റ് സൈഡിലെത്തി. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന കടയിലോട്ടുള്ള പോക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാച്ച് നോക്കുന്നുണ്ട്, കറക്റ്റാണോ ഞാൻ പോകുന്ന വഴിയെന്ന് അറിയാനായിട്ട്. അങ്ങനെ മുന്നിലിതേ ചീറിപ്പായുന്ന വണ്ടികൾ. ഇവിടെ ഒരു ട്രാഫിക് സിഗ്നലാണ്. ഞാൻ കയറേണ്ട ബിൽഡിങ് ഇതാണത്, ഗുഡ് വിൽ. പക്ഷേ എനിക്ക് പോകേണ്ടത് കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നിട്ടാണ് അകത്തോട്ട് കയറാനുള്ള വഴി. ഇതാണ് ആ കട, ഞാൻ അന്വേഷിച്ച് വന്ന കട. ഇത് സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ഇതൊരു ചാരിറ്റബിൾ കടയാണ്. ഭയങ്കര നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. പക്ഷേ ഒന്ന് ഫ്രഷ് ഹാൻഡ് അല്ല, സെക്കൻഡ് ഹാൻഡ് ആണ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് പോലും ഈ ഉച്ച സമയത്ത് ഇത്രയേറെ കാറുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് മനുഷ്യരാണെന്നറിയാമോ ഈ കടയിൽ വരുന്നത്. ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്കിവിടുന്ന് കിട്ടും. ഇതാണ് ആ ഷോറൂമിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഈ ഗുഡ് വിൽ ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. അവരതിനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇവിടെ റീസെയിൽ ചെയ്യാണ്. ഇതൊരു ചാരിറ്റബിൾ കടയാണ്, ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇത് നടത്തുന്നത്. നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഏത് സാധനം വേണേൽ നമുക്ക് ഇവിടെ ഡൊണേറ്റ് ചെയ്യാം. പക്ഷേ ഉള്ളി കണ്ടീഷൻ അത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലായിരിക്കണം. ആദ്യമായിട്ട് അമേരിക്ക വരുമ്പോഴേ നമ്മുടെ വീടൊക്കെ ഒന്ന് ഫർണിഷ് ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനായിരിക്കും. കാരണം ഇവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഫസ്റ്റ് ഹാൻഡ് അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ മുമ്പിൽ തന്നെ കുറേ സൈക്കിളുകൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡൊണേറ്റ് ചെയ്തതാണ്. അവരതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുക. വളരെ പ്രൈസ് കുറച്ചാണ് ഇവിടെ ഇത് കൊടുക്കുക. ഇതാണ് ആ കട, വലിയ കടയാണ്. എന്ത് വേണം എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. സെക്ഷൻ തിരിച്ച് ഓരോന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലോത്ത്സ്, ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ബാഗ്, ചെരുപ്പ്, ഇതെല്ലാം ബാഗുകളുടെ ഏരിയയാണ്. ഇത് പല ടൈപ്പ് ബാഗുകളുണ്ട്. വെളിയിൽ കണ്ടാലേ ഒരു ഡാമേജും ഇതിനില്ല. അതെല്ലാം അവർ സർവീസ് ചെയ്താണ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഷെൽഫിൻ്റെ മുകളിലായിട്ട് ഇത് ചെരുപ്പുകളാണ്. ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ചെരുപ്പുകളാണ്. ഇതെല്ലാം യൂസ്ഡാണ്, പക്ഷെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ നല്ല വിലയാകും. പക്ഷേ ഇവിടെ ഇതിന് $12 ഉള്ളൂ. ഷൂസിന് വേണ്ടി തന്നെ ഇവിടെ ഒരു എക്സ്ക്ലൂസീവ് റാക്കുണ്ട്.
സിൽവർ കാൻഡിൽ സ്റ്റാൻഡ് 3 ഉണ്ട്. ഷെൽഫിൻ്റെ മുകളിലായതുകൊണ്ട് പ്ലീസ് ആസ്ക് ഫോർ അസിസ്റ്റൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല കണ്ടീഷൻ്റെ സാധനം കേട്ടോ. ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രീ, അതും ഷെൽഫിൻ്റെ മുകളിൽ തന്നെയാണ്. അതുകൊണ്ട് റേറ്റ് കാണാനും പറ്റണില്ല. ഇതെല്ലാം ട്രാക്ക് പാൻറ്റുകളാണ്. $12 ഉള്ളൂ. വളരെ മിനിമൽ റേറ്റ്. ഈ വലിയ ഹോളിലെ തുണികളെല്ലാം ഒരു സെക്ഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതും എല്ലാം നല്ല ഓർഡറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മെയില്, ഫീമെയില്, പിന്നെ സൈസസ്, പിന്നെ വിൻ്റർ വെയർ, സമ്മർ വെയർ, അങ്ങനെ എല്ലാം ഓരോ കാറ്റഗറി തിരിച്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കിടക്കുന്ന തുണികൾക്കൊന്നും ഒരു ഡാമേജും ഇല്ല. പക്ഷേ ഇതൊക്കെ റീയൂസ്ഡാണ്. ആവശ്യക്കാർ ഉപയോഗം കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നല്ലൊരു കെയിനിൻ്റെ കൊട്ട, അതും വെൽ പോളിഷ്ഡായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ടീഷർട്ടിനെ $5 ഉള്ളൂ. ഇത് സെക്കൻഡ് ഹാൻഡാണെന്ന് മാത്രം. പക്ഷേ വെളിയിൽ ഇങ്ങനൊരു പുതിയത് വാങ്ങണമെങ്കിൽ മിനിമം ഒരു $15 ആകും. ഇതെല്ലാം ഷോർട്സിൻ്റെ ഏരിയയാണ്. ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ട് ഇവിടെ. നല്ലൊരു ടേബിൾ ലാമ്പ്, അതും ബ്രാസിൻ്റേത്. ഒരു കേടുപാടും കാണാനില്ല കേട്ടോ. $7 ഇങ്ങനൊരു സാധനം കിട്ടും. ഇതിനകത്ത് നമുക്ക് ബുക്സ് അടുക്കി വയ്ക്കാം, ടേബിളിലൊക്കെ വയ്ക്കാൻ നല്ലൊരു സാധനം. ഇത് ഇങ്ങനെയുള്ള ബൗളുകൾ കണ്ടിട്ട് സെറാമിക് ബൗളുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത്ര സെറ്റോടുകൂടിയുണ്ട്. 6 ഉണ്ട്. നമ്മുടെ വീട്ടിലുള്ള സെയിം ക്ലോക്ക്. ഇതിനിവിടെ $19 ആണ്. പക്ഷേ സംഭവം സൂപ്പറാട്ടോ. കോഫി മഗ് വരെ ഇവിടെ സെക്കൻഡ് സെയിലിന് വെച്ചിട്ടുണ്ട്. കൂടെ ഇതാണ്ട് ഒരു ഫ്ലാസ്കും. ഇനി അങ്ങോട്ടേ ഫർണിച്ചറിൻ്റെ സെക്ഷനാണ്. ഇതേ ഒരു അടിപൊളി കബോർഡ് ഇരിക്കുന്നു. കണ്ടിട്ടേ സാധനം ഉണ്ടാക്കിയിരിക്കുന്ന തടി വെച്ചാന്ന് തോന്നുന്നു. പക്ഷേ ആകെ ഉള്ളതേ $66 ഉള്ളൂ. ഇത് കൊള്ളാം കേട്ടോ. ഒരു സ്റ്റാൻഡ്, അതിൻ്റെ എല്ലാ ഡോസും ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓരോ ഡ്രോയുടെ മുകളിലും ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫർണിച്ചറിൻ്റെ ഏരിയയിൽ കുറേയേറെ നല്ല ഫർണിച്ചറുകളുണ്ട്. പക്ഷെ നമ്മൾ നോക്കി സെലക്ട് ചെയ്യണം. ഇതേ ഈ കിടക്കുന്ന 3 തട്ടുള്ള ഈ സ്റ്റാൻഡില്ലേ, ഇതൊക്കെ നല്ല സാധനമാണ്. വെറും $12 ഇതിന് വിലയുള്ളൂ. ഇതേ കാർപ്പറ്റുകളുടെ ഏരിയയാണ്. കണ്ടു കഴിഞ്ഞാൽ പുതിയതാണെന്ന് തോന്നും. നല്ല ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നു. ആരോ ഡൊണേറ്റ് ചെയ്ത സാധനങ്ങളാണിതൊക്കെ. ഇവിടെ കാർപ്പറ്റുകൾ വേറെ ഹാങ് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ പുതിയതല്ലെന്ന് ആരും പറയില്ല. ഇതേ ഒരു കേനിൻ്റെ ബോക്സാണ്. ഇങ്ങനെയാണിത് ഓപ്പൺ ചെയ്യുന്നത്. അകത്തറകളുമുണ്ട്. കൊള്ളാം. പല ടൈപ്പിലും സൈസിലുമുള്ള സ്റ്റാൻഡുകൾ, കസേരകൾ, പിന്നെ ചെറിയ സ്റ്റൂളുകൾ. നമുക്ക് എന്താ വേണ്ടത് അത് നോക്കിയെടുക്കാം. ഇതെല്ലാവേ ടേബിൾ ലാമ്പുകളുടെ സെക്ഷനാണ്. ചെറുതും വലുതുമായിട്ട് കുറേയേറെ ഉണ്ട്. മുകളിലത്തെ തട്ടി മുഴുവൻ ഇരിക്കുന്നത് വലിയ ടേബിൾ ലാമ്പാണ്. ഇതൊന്നും കണ്ടിട്ട് യാതൊരു ഡാമേജും ഉള്ളതായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഇത് ഫുള്ള് വെർട്ടിക്കൽ ലാംപ്സിൻ്റെ ഏരിയയാണ് കേട്ടോ. നാട്ടിലാണെങ്കിൽ സത്യം പറഞ്ഞ് ഞാനിതൊക്കെ 1-2 എണ്ണം വാങ്ങിച്ചേനെ. അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഇതെല്ലാം ബോളുകളുടെ സെക്ഷനാണ്. ബാസ്കറ്റ് ബോൾ, ടെന്നീസ് ബോൾ, ത്രോ ബോൾ, അങ്ങനെ എന്ത് വേണോ അതെല്ലാം ഇവിടെയുണ്ട്. പിള്ളേരൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അവരിവിടെ കൊണ്ടുവന്ന് ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോക്കി സ്റ്റിക്കുകളാണെങ്കിൽ ഇഷ്ടം പോലെ. പിന്നെ ക്യാരം ബോർഡ്, പിന്നെ ഇതാണ്ട് സ്പോർട്സ് ഷൂസുകൾ, ഇത് ടെന്നീസ് റാക്കറ്റുകൾ. ഈ റാക്കിൽ മുഴുവനുമേ സോഫ്റ്റ് ടോയ്സാണ്. കുത്തി നിറച്ച് വെച്ചിരിക്കുക. അത്രത്തോളം ഉണ്ട്. എന്ത് ടോയ്സാണെന്നറിയാമോ? ഒരു സ്മെല്ലോ ഒരു വൃത്തികേടോ ഒന്നുമില്ല. അത്രയ്ക്ക് വൃത്തിക്കാണ് വെച്ചിരിക്കുന്നത്.
ഇതെല്ലാം ഫ്ലവർ വാസുകളാണ്. സൂപ്പർ സാധനങ്ങളാണ് കേട്ടോ. നമുക്കിത് ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. കാരണം ഇതൊന്നും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളല്ലല്ലോ. പൂക്കളിട്ട് വയ്ക്കാനൊക്കെ അല്ലേ ഉപയോഗമുള്ളൂ. ഒരു പുതിയ സാധനത്തിനേക്കാളും വളരെ ചീപ്പായിട്ട് നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ കിട്ടും. ഇതേ നല്ലൊരു ക്യാൻഡിൽ സ്റ്റാൻഡാണ്. ഇവരുടെ കൂടെ പരിചയമുള്ള മുഖം മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മാതാവ് തന്നെ. ഇതെല്ലാം കെയിനിൻ്റെ സാധനങ്ങളാണ്, കെയിനിൻ്റെ ബാസ്ക്കറ്റുകൾ. സംഭവം സൂപ്പറാട്ടോ, നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു നല്ല ബാസ്ക്കറ്റാട്ടോ. ഇതിനാണെങ്കിലും വളരെ കുറവാണ് റേറ്റ്. ഒരു ഡാമേജ് ഒന്നുമില്ല. അടിയിൽ മെറ്റൽ, മുകളിൽ കെയിന്. ഒരു കിളിക്കൂടും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ ബേർഡ് ഫീഡർ. ഇത് ഡോഗ്സിന് തീറ്റ കൊടുക്കുന്ന പാത്രം വരെ ഉണ്ട്. ഇതെല്ലാം ഡോഗ്സിൻ്റെ ഏരിയ. ഈ ടോയൊക്കെ ആരൊക്കെയോ ഉപയോഗിച്ച് കഴിഞ്ഞാണ്. ആ പിള്ളേരൊക്കെ വലുതായി പോയി കഴിഞ്ഞപ്പോൾ ഇവരിവിടെ ഡൊണേറ്റ് ചെയ്തു അടുത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാനായിട്ട്. ഇതെല്ലാം പസിൽസും പിന്നെ ചെറിയ ചെറിയ പിള്ളേർക്കുള്ള കളിക്കാനുള്ള സാധനങ്ങളും ഒക്കെയാണ്. ഇതാണ്ട് സോഫകളുടെയും സെറ്റുകളുടെയും ഏരിയ. ഇതൊക്കെ നമ്മുടെ സ്പീക്കർ സെറ്റുകളാണ്. പഴയ സ്റ്റീരിയോകൾ, എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ ആട്ടോ. സോണിയും ഡെല്ലും ഒക്കെയാണ് ഇരിക്കുന്നത്. 4 ബുക്ക് വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ കിട്ടും. ഇതെല്ലാം ബുക്ക് ഷെൽഫുകളാണ്. ഇവിടെ കുറേയേറെ ബുക്സ് ഉണ്ട്. ടി വികൾ ഏത് സൈസ് വേണമെന്ന് ചോദിച്ചാൽ മതി. നല്ല കുറേയേറെ പെയിൻറ്റിങ്സ് ഉണ്ട്. ഫ്രെയിം ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിരിക്കുന്നു. അതിലേ ഇങ്ങനൊരാളും ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ തമിഴ്നാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പെയിൻറ്റിങ്. സെക്ഷൻ തിരിച്ചായിട്ടിരിക്കുന്നത്. ഇതെല്ലാം ബോയ്സിൻ്റെ സെക്ഷനാണ്. ഈ സോക്സൊക്കെ എങ്ങനെ ഇവർ ഇത്ര ക്ലീനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻഫൻസിന് വരെയുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആട്ടോ. ഇത് കൊച്ചു കുട്ടികൾക്കുള്ള സാധനം വരെയുണ്ട്. ഇത് കണ്ടാലേ ഫ്രഷ് ലീവ്സ് ആണെന്ന് തോന്നും, പക്ഷേ ഇത് ആർട്ടിഫിഷ്യലാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇട്ട് നോക്കാനായിട്ട് ഇത് ഡ്രസ്സിങ് റൂമും ഉണ്ട്. ഇവിടെ ഒരു വലിയ സോഫ സെറ്റ് കിടപ്പുണ്ട് കേട്ടോ, കൂടെ ഒരു ടേബിളും. പുതിയതായിട്ട് താമസം മാറി വരുന്നവർക്കും സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണിത്. പുത്ത സാധനങ്ങളല്ല, പക്ഷേ എല്ലാം യൂസ്ഫുൾ സാധനങ്ങളാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുമാണ്. ആദ്യമായിട്ട് അമേരിക്ക വരുമ്പോഴേ നമ്മുടെ വീടൊക്കെ ഒന്ന് ഫർണിഷ് ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനായിരിക്കും. കാരണം ഇവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, എന്നാൽ ഫസ്റ്റ് ഹാൻഡ് അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോഴേ ഭയങ്കര വെയിലാണ്, നല്ല സൂര്യൻ നല്ല ഉദിച്ച് നിൽക്കുക. അതുകൊണ്ട് ഞാൻ മെയിൻ റോഡ് എടുത്ത് പോകുന്നില്ല. ഇത് പുറകെ കണ്ട ഒരു ഇടവഴി, ഈ ഇടവഴി വഴി കയറിയാൽ നമുക്ക് നേരെ ഫ്ലാറ്റിലെത്താം. അപ്പോൾ ഇങ്ങനെ പോകാം. ഈ ഇടവഴിയിലാണെങ്കിലേ 2 സൈഡിലും മരങ്ങളാണ്, ഒട്ടും ചൂടുമില്ല. അങ്ങനെ ഞാൻ ഈ ഇടവഴി വഴിയാണ് പോക്ക്. പറഞ്ഞ ഇടവഴി എന്ത് രസമാണെന്നറിയാമോ? ഒരു വെയിലുമില്ല, 2 സൈഡും തണലുമായിട്ടുള്ള ഒരു ചെറിയ ഇടവഴി. അപ്പോൾ ഇതിലേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെയിലില്ലാതെ ഫ്ലാറ്റിലെത്താം. ഓരോ ദിവസവും ഇതിനടുത്തുള്ള സ്ഥലങ്ങൾ കാണുക, ഓരോ കടകളിൽ പോവുക, അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഒട്ടും ബോറടിക്കില്ല. പോകുന്ന വഴിക്ക് ക്ഷീണിച്ചാൽ ഇരിക്കാനായിട്ട് ഇങ്ങനെ ബെഞ്ചുകളും ഉണ്ട് കേട്ടോ.
സമ്മർ ആയതുകൊണ്ട് പൂക്കളൊക്കെ നല്ല വിടർന്ന് നിൽക്കുക.